കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഷഫീദ് റാവുത്തർ, അല്പസമയത്തിനുള്ളിൽ LDF യോഗം ആരംഭിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഈ യോഗത്തിൽ ഘടകകക്ഷികൾ ഈ വിഷയം ഉന്നയിച്ചാൽ അതിന് മറുപടി പറയേണ്ടി തന്നെ വരും. ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം നിർണായകമാകും ഇന്നത്തെ LDF യോഗം? ഒപ്പം തന്നെ ഈ വിഷയങ്ങൾ ഘടകകക്ഷികൾ ഉയർത്തും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ലല്ലോ. സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഭാവികമായും ഈ LDF യോഗം നിർണായകമാണ്. പ്രത്യേകിച്ച് ഇന്ന് വൈകുന്നേരത്തോടുകൂടി പല തീരുമാനങ്ങൾക്കും ഈ യോഗം വഴിവെക്കും എന്നുള്ളൊരു രാഷ്ട്രീയ വിലയിരുത്തൽ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. ADGP MR അജിത്കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിച്ച് പിടിക്കുകയാണെന്നുള്ള വിമർശനം അത് പ്രതിപക്ഷത്തിനല്ല, അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അത് ഉയർത്തുന്നത് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെയാണ്. CPI സംസ്ഥാന സെക്രട്ടറി അല്പസമയം മുൻപ് ബിനോയ് വിശ്വം അകത്തേക്ക് കയറിപ്പോയി LDF യോഗത്തിന് വേണ്ടി. അദ്ദേഹം അകത്തേക്ക് പോകുമ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം കാര്യമായൊന്നും പ്രതികരിച്ചില്ല. എങ്കിലും ഇന്നലെയൊക്കെ അദ്ദേഹം പുറത്ത് പ്രതികരിച്ചത് RSS നേതാക്കളുമായി സംസ്ഥാനത്തിന്റെ ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള ADGP MR അജിത്കുമാർ കൂടിക്കാഴ്ച നടത്തിയതിന്റെ പൊരുൾ എന്തെന്നറിയാനുള്ള അവകാശമുണ്ട്. മാത്രമല്ല ഊഴം വെച്ച് അങ്ങനെ കൂടിക്കാഴ്ച നടത്താനുള്ള സാഹചര്യം അടക്കമുള്ള കാര്യങ്ങളിൽ സ്വാഭാവികമായും CPIയുടെ അതൃപ്തി അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ അത് മുഖ്യമന്ത്രിക്ക് മുൻപിൽ നേരിട്ട് പ്രകടിപ്പിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കണ്ടത്. അതേസമയം RJD അടക്കമുള്ള ഘടകകക്ഷികൾ അത് ഉയർത്തും, അത് മുന്നണി യോഗത്തിൽ ഉയർത്തും എന്നുള്ളത് ഒരു സ്വാഭാവിക വിലയിരുത്തലായി നമുക്കിപ്പോൾ അനുമാനിക്കാൻ കഴിയും. കാരണം അത് ഉയർത്തുക എന്നുള്ളതൊരു രാഷ്ട്രീയ നീക്കം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ RSS വിരുദ്ധ സമീപനം അത് പ്രചരിപ്പിക്കുന്ന ഒരു മുന്നണി, ആ മുന്നണിയുടെ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളത് അത് ജനങ്ങളിൽ സംശയത്തിനിടയാക്കും എന്നുള്ളതായിരുന്നു ഈ ഘടകകക്ഷികളിലെ പലരുടെയും അഭിപ്രായം. മാത്രമല്ല CPIഎമ്മിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി ADGP MR അജിത്കുമാറിനെ ചേർത്ത് പിടിക്കുകയാണ്, സംരക്ഷിക്കുകയാണ് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ആ രീതിയിൽ തുടരും. അത് ഇന്നത്തെ LDF യോഗത്തിൽ ഉയർത്താൻ സാധ്യതയില്ല, CPIഎമ്മിന്റെ നേതൃയോഗങ്ങളിലായിരിക്കും ഉയർത്തുക. പക്ഷേ അഭിപ്രായം ആ രീതിയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഏതെങ്കിലും തരത്തിൽ വിമർശനം ഉയർന്നാൽ മുഖ്യമന്ത്രി സ്വാഭാവികമായും മറുപടി പറയുക. അക്കാര്യത്തിലെ അന്വേഷണം DGPയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന് ശേഷം നടപടി എന്നായിരിക്കും. പക്ഷേ ആ ഒരു മറുപടി കൊണ്ട് ഘടകകക്ഷികൾ തൃപ്തിപ്പെടുമോ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഇനി ഇക്കാര്യത്തിലെ ചോദ്യം. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. S. വിജയകുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിജയകുമാർ, സർക്കാരിനെ സംബന്ധിച്ച് ഇന്ന് നടക്കുന്ന LDF യോഗം അത് ഏറെ നിർണായകമാണ്. മാത്രമല്ല ഇന്ന് രാവിലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ വിവാദ വിഷയങ്ങളൊന്നും ചർച്ചയായില്ല എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ LDF യോഗം നടക്കുമ്പോൾ തീർച്ചയായും CPIയുടെ ഭാഗത്തുനിന്നും മറ്റ് ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ലേ? സർക്കാരിനെ സംബന്ധിച്ച് ഇത് പ്രതിരോധിക്കുക എളുപ്പമാകുമോ? പ്രവിത, ഇന്നലെ എൻകൗണ്ടർ പ്രൈമിൽ അതിൻ്റെ സമയത്താണ് ഈ മലപ്പുറത്തെ പോലീസിലുള്ള വലിയ അഴിച്ചുപണിയുടെ വിവരങ്ങൾ പുറത്തു വന്നത്. ആ ഘട്ടത്തിൽ PV അൻവറിനെ നമ്മൾ ടെലിഫോണിൽ അദ്ദേഹവുമായി സംസാരിക്കാൻ കഴിഞ്ഞു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ചില കാര്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയിലായിരുന്നു, ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ PV അൻവർ ഇന്നലെ ശേഖരിക്കാൻ ശ്രമിച്ചതും അദ്ദേഹം ശേഖരിച്ചതും ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പുറത്തുവിട്ട ഈ സന്ദീപാനന്ദഗിരി ആശ്രമ കത്തിക്കൽ കേസിലെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ അദ്ദേഹം മുകളിലേക്ക് അയച്ച പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയച്ച റിപ്പോർട്ട് തന്നെയാണെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ ഈ പോലീസിനെതിരെ ഉണ്ട്. അപ്പോൾ ഒരു ഇടതുമുന്നണി യോഗത്തിന് തൊട്ടു മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് PV അൻവർ അത് മാധ്യമങ്ങളോട് പറഞ്ഞ് മുഖ്യമന്ത്രിയെ കുറെ കൂടി പ്രതിരോധത്തിലാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം അതാണ് നമ്മൾ കണ്ടത്. അതിൽ ADGP MR അജിത്കുമാറിനേക്കാൾ ഫോക്കസ് ചെയ്തത് പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയെയാണ് എന്നതും കൂടി വ്യക്തമാണ്. P. ശശിക്കെതിരായുള്ള പരാതി ഉടൻ എഴുതി നൽകുമെന്ന് ഇന്നലെ PV അൻവർ വ്യക്തമാക്കിയതാണ്. അപ്പോൾ ആ പരാതി 2 ദിവസത്തിനകം എഴുതി നൽകാൻ പോകുന്നു. ആ പരാതിയിലെ പ്രധാനപ്പെട്ട ഭാഗം ഇപ്പോൾ ഈ പറയുന്ന ഇത്തരം ഉദ്യോഗസ്ഥർ നൽകുന്ന ഈ വീഴ്ചകളൊക്കെ സംബന്ധിച്ച് കൊടുക്കുന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്താതെ അത് കാർപ്പറ്റിനടിയിലേക്ക് മാറ്റുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ടയാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെയാണ്. അതൊരു രാഷ്ട്രീയ നിയമനം, ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്. അങ്ങനെ ഒരാൾ ഈ പാർട്ടിയും സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി നിലനിൽക്കണം. അതാണ് അത്തരം ഒരു പോസ്റ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതവിടെ നടക്കുന്നില്ല എന്നാണ് PV അൻവർ പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ കാണേണ്ടതുണ്ട്. ഇന്നലെ മലപ്പുറം SP മാറ്റി മലപ്പുറത്ത് പോലീസിൽ അഴിച്ചുപണി നടത്തി. യഥാർത്ഥത്തിൽ ആദ്യം തന്നെ PV അൻവർ ആരോപണം ഉന്നയിച്ചത് മലപ്പുറം SP-ക്കെതിരെയായിരുന്നു. ഒരു വേദിയിൽ അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു സീൻ ഉണ്ടാക്കുന്നു നമ്മൾ പറയുന്നു. അതിനുശേഷം പിറ്റേന്ന് അത് സുജിത് ദാസിലേക്ക് മാറുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ സുജിത് ദാസിനെ മാറ്റുന്നു, പിന്നീട് ഇപ്പോൾ മലപ്പുറം SP മാറ്റുന്നു. അപ്പോൾ 2 വിക്കറ്റുകൾ ഈ അൻവറിൻ്റെ ആരോപണത്തെ തുടർന്ന് വീണിട്ടുണ്ട്. അപ്പോൾ അൻവർ ഏറെക്കുറെ ഒരു സമവായത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ അൻവറിനെ സമവായത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിയും
ഈ തീരുമാനത്തോടെ എന്നാണ് സർക്കാർ അല്ലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കരുതിയത് എന്ന ഒരു വിലയിരുത്തൽ പൊതുവെ വന്നിരുന്നു. അതുകൊണ്ട് ഇനിയും കുറെ മയപ്പെട്ട തീരുമാനത്തിലേക്ക് പോകും, അല്ലെ കുറെ കൂടി അൻവർ മയപ്പെടും എന്നതായിരുന്നു ആ ഘട്ടത്തിൽ കേട്ടിരുന്ന ഒരു വിലയിരുത്തൽ. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. കുറെ കൂടി കടുപ്പിക്കുക എന്നതാണ് PV അൻവറിന്റെ നീക്കം. അത് ADGPയെ മാത്രമല്ല P ശശിയെ കൂടി ലക്ഷ്യം വെച്ച് ഇപ്പോൾ P ശശിക്കെതിരെ കഴിഞ്ഞ തവണ ഉന്നയിച്ചതിനേക്കാൾ കുറെ കൂടി ഡയറക്റ്റ് അറ്റാക്കാണ് ഇപ്പോൾ ADGP MR അജിത് കുമാറിനേക്കാൾ ആക്രമിക്കുന്നത് P ശശിയാണ് PV അൻവർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ. അതിൽ വളരെ ഗൗരവമുള്ളപ്പോൾ സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ നീക്കം നടത്തി. അതിൽ പ്രതികളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് എന്നതിൻ്റെ വിവരങ്ങൾ മുകളിലേക്ക് പോലീസിലേക്ക് അയച്ചു. ആ റിപ്പോർട്ട് പൊഴുത്തി. അപ്പോൾ അതൊക്കെ P ശശി കൂടി ഇടപെട്ട് നടത്തുന്നതാണ്. അവിടെ ഈ പോലീസിലെ RSS സംഘം എന്ന വാക്കാണ് PV അൻവർ ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങേയറ്റം ഗൗരവമുള്ള ആരോപണമാണ്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ഇപ്പോൾ ഘടകകക്ഷികളുടെ കാര്യം. CPI ഇതിൽ തൃശ്ശൂർ പൂരം കലക്കി എന്ന് PV അൻവറിന്റെ ആരോപണം ഏറ്റെടുത്ത് ബിനോയ് വിശ്വവും സുനിൽകുമാറും രംഗത്ത് വന്നു. തൊട്ടു പിന്നാലെ CPIയുടെ തൃശ്ശൂർ ജില്ലാ ഘടകം ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇത് സമ്മർദ്ദമായി നിൽക്കുന്നുണ്ട്. CPIയുടെ കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ സംസ്ഥാന ഘടകം കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവരും കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മാധ്യമങ്ങളോടൊക്കെ ബിനോയ് വിശ്വം പറഞ്ഞ അതേ കാര്യം ഇന്നത്തെ മുന്നണി യോഗത്തിൽ അതുപോലെ ഉന്നയിക്കുമോ, അതേ ആർജവത്തോടെ അതേ എനർജിയിൽ ഉന്നയിക്കുമോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ ഇതുവരെ മറുപടി പറയേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഇന്നലെ CPMന്റെ ഒരു പാർട്ടി പരിപാടിയിലാണ് RSS CPM സഹകരണം സംബന്ധിച്ച പ്രതിപക്ഷ ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. പക്ഷേ അവിടെ ADGP RSS നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയെപ്പറ്റി മിണ്ടിയതേയില്ല. മന്ത്രിസഭാ യോഗത്തിൽ ആ വിഷയം ആരും ഉയർത്തിയില്ല, CPIയുടെ മന്ത്രിമാരും ഉയർത്തിയില്ല എന്നത് ശ്രദ്ധേയമാണ്. ഈ നടക്കുന്ന ചർച്ചകൾ CPI മന്ത്രിമാർ അതിനെപ്പറ്റി ഒരു പരാമർശവും ഇന്നത്തെ ക്യാബിനറ്റിൽ നടത്തിയിട്ടില്ല എന്നത് നമ്മൾ ഓർക്കണം. അപ്പോൾ അവിടെയും അങ്ങനെ നിൽക്കുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുക LDFൽ മുന്നണി യോഗത്തിൽ CPI പുറത്തുന്നയിച്ചതുപോലെ ഇത് അകത്തുന്നയിക്കുമോ? അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് അവിടെ മറുപടി പറയേണ്ടി വരും. അത് മുഖ്യമന്ത്രി പറയുമോ, CPI ഉന്നയിക്കുമോ എന്നതാണ് അറിയേണ്ടത്. അതിനുള്ള CPI ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത എന്നതാണ് ഏറ്റവും ഒടുവിലും കിട്ടുന്നവരും. ബിനോയ് വിശ്വം അത് ഉന്നയിക്കും മുന്നണി യോഗത്തിൽ. അജിത് കുമാറിനെ ഈ പദവിയിൽ ഇരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് ശക്തമായി ഉന്നയിക്കും. അത് തൃശ്ശൂരിലെ തോൽവി അടക്കം അതിലെ ഗൂഢാലോചന അടക്കം ചൂണ്ടിക്കാട്ടി ഒരു രാഷ്ട്രീയ ആക്രമണത്തിന് CPI മുതിരും എന്നൊക്കെയാണ് കേൾക്കുന്നത്. അത് അറിയില്ല. അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് അതിൽ പ്രതികരിക്കേണ്ടി വരും. അങ്ങനെ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിക്ക് മേലുണ്ടാക്കുന്ന സമ്മർദ്ദം അത് കൂട്ടുകയാണ് PV അൻവർ ഈ വാർത്താ സമ്മേളനത്തിലൂടെ ചെയ്തത് എന്നത് നിസ്സംശയമാണ്. എനിക്ക് തോന്നുന്നത് B ദിലീപ് കുമാർ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ദിലീപ്, ഇക്കാര്യത്തിൽ അൻവറിനെ ഒന്ന് സമവായത്തിന്റെ പാതയിൽ എത്തിക്കാനുള്ള നീക്കമായിരുന്നു ഇന്നലത്തെ പോലീസിലെ അഴിച്ചുപണി എന്ന് കേൾക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, അൻവർ കുറെ കൂടി കടുപ്പിക്കുകയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ ചെയ്തത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് മേൽ കുറെ കൂടി ഗൗരവത്തിൽ സമ്മർദ്ദം ചെലുത്തുക, അതല്ലേ അൻവർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ ചെയ്തത്? അത് ഈ മുന്നണി യോഗത്തിലും പ്രതിഫലിക്കില്ലേ? വിജയകുമാർ, കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. പ്രത്യേകിച്ച് ഫോൺ ചോർത്തൽ ആരോപണത്തിൽ ഗവർണർ റിപ്പോർട്ട് തേടി എന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. മുഖ്യമന്ത്രി അടിയന്തരമായി റിപ്പോർട്ട് നൽകണം. വ്യാപകമായി ഫോൺ ചോർത്തൽ നടത്തിയിട്ടുണ്ട് എന്നാണ് സംശയം. മാത്രമല്ല, ഈ കാര്യത്തിൽ PV അൻവർ ഉന്നയിച്ച ആരോപണം ADGP ഫോൺ ചോർത്തി, മന്ത്രിമാരുടെ വരെ ഫോൺ ചോർത്തി എന്ന ഗുരുതരമായ ആരോപണമാണ് PV അൻവർ ഉന്നയിച്ചിരുന്നത്. അതേസമയം തന്നെ PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് താനും ഫോൺ ചോർത്തി എന്നത്. അങ്ങനെയെങ്കിൽ PV അൻവറിന് ആ അധികാരം ആരാണ് നൽകിയത്? ഇത് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ള മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പല വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഈ ഫോൺ സംഭാഷണം ചോർത്തുക, അനധികൃതമായി ചോർത്തുക എന്നത് അംഗീകരിക്കാനാവില്ല. അത് സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നുകയറ്റമായാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അത്തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം വിധികളൊക്കെ നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഫോൺ ചോർത്തുന്നതിനുള്ള അധികാരം ആരു നൽകി എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, PV അൻവർ ഇന്നിപ്പോൾ ഉന്നയിച്ചിട്ടുള്ള മറ്റൊരു ആരോപണം കുണ്ടമൺകടവിൽ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം തീവെപ്പുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ആ ആശ്രമം തീവെപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIM നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ കോൾ വിശദാംശങ്ങൾ CDR അത് ശേഖരിക്കുന്നതിനായിരുന്നു കേരള പോലീസിലെ RSSകാരുടെ ശ്രമം. പക്ഷേ ഈ RSSകാരുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഫോൺ വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിന് മടിച്ചു നിന്നു. മാത്രമല്ല, ഈ RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അത് മുഖ്യമന്ത്രിയിൽ എത്താതിരിക്കാൻ ADGP MR അജിത് ഗവൺമെന്റ്